ഹലോ, അങ്ങനെ എന്തുവാണ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഫേസ് സിറം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒരു വലിയ ബോട്ടിലാണ്. അതിന് നിയർലി എനിക്ക് തോന്നുന്നു 70 ml വരും. 70 ml അത് വരെ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബോട്ടിലാണ്. സെയിം തിങ് തന്നെയാണ് ഞാനും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിതിന് മുന്നേ ഈ ഫേസ് സിറത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ചാനലിൽ പോയി കാണുക. ഇപ്പോഴും ഞാൻ പറയുന്നു, പലരും നമ്മുടെ കസ്റ്റമേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. യു ഹാവ് ടു ഡു ഇറ്റ് സോ. അതർവൈസ് നമ്മളിങ്ങനെ ഒരു പുതിയ വീഡിയോസ്, നമ്മുടെ പുതിയ പ്രോഡക്റ്റ്സ് വരുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വരുമ്പോൾ ഞാൻ ഈ ചാനലിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആക്ച്വലി ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതെന്താണ്, എന്തിനാണ് ഉപയോഗിക്കണത് ഒക്കെ അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങണേ, അല്ലേ? നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മൾ കാശ് കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഫേസ് സിറം ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഭയങ്കര സ്കിന്നിന് നറിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ചേർത്തേക്കണേ. ബോയിൽ ചേർത്തിട്ടുണ്ട്, നമ്മുടെ മഞ്ചിഷ്ട ചേർത്തിട്ടുണ്ട്, ടേമറിക് ചേർത്തിട്ടുണ്ട്, ഹൊബോയിൽ ചേർത്തിട്ടുണ്ട്, വീച്ചം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുള്ള സാൻഡൽവുഡ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു സാഫ്രൺ ചേർത്തിട്ടുണ്ട്. സാഫ്രൺ ഓയിൽ ഈസ് ഓൾസോ ദർ. സോ ഇത് നമ്മുടെ സിറം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം മുഖം നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്യുന്നവർക്ക് ടോണർ യൂസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് തിങ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണ ഒരു സാധനമാണ് ഫേസ് സിറം. അല്ല, ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. കാണുമോ? ഞാൻ കാണിച്ചു തരാം. സി, കണ്ടോ? ഇങ്ങനെയാണ് വരണേ. അതിനകത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഒരു ഡ്രോപ്പ് മതി. കണ്ടോ? ബിക്കോസ് അത്രയും ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. കണ്ടോ? ഞാൻ ഇത് എന്നും രാവിലെയും രാത്രിയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. നമ്മളെ സ്കിന്ന് നല്ല നീറ്റാക്കിയിട്ട് കഴിയുന്നതും ഈ സിറം ഇട്ടിട്ട് നമ്മൾ ഉടനെ വെയിലത്ത് പോവാതിരിക്കുക. രാവിലെ നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓഫീസിലും കോളേജിലും ഒക്കെ പോകുന്ന കുറേ കഴിഞ്ഞിട്ടല്ലേ. ഇപ്പോൾ ഈ സിറം നമ്മുടെ സ്കിന്നിലേക്ക് അതങ്ങ് സ്കിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീമും നമ്മുടെ സൺസ്ക്രീനും ഒക്കെ ഇടാനായിട്ട്, കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ആർഗൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജിഷ്ട ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യും. കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്. ബ്രൈറ്റൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഞാനന്ന് കാണിച്ചായിരുന്നു ഞാൻ ആക്ച്വലി ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഓൾറെഡി പ്രൊഫഷണൽ കൊറിയറിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ബോട്ടിൽ ഇവിടെ കാണാത്ത. എനിക്ക് മോക്കും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിൽ മാറ്റി വെച്ചേക്കും. ഇവിടെ സെയിം തിങ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത്രയും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഈ സാധനം. കണ്ടോ? കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരണേ. സാധാരണ നമ്മളൊരു ഫേസ് സിറമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനൊരു വൈറ്റിഷ്, ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു വാട്ടറി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും, അല്ലേ? ഇതിന് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഒരു റെഡ് കളറിൽ വരുന്ന നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഇത്. നല്ലോണം സ്കിന്ന് നല്ല പെട്ടെന്ന് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ വരുത്താൻ സ്കിന്നിൻ്റെ നല്ലൊരു ഇത് വരും. ഇന്നിപ്പോൾ എൻ്റെ മുഖം ഭയങ്കര ടയർഡായിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് ചർച്ചയിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര ടയർഡാണ്. ഒത്തിരി ട്രാവൽ ചെയ്തൊക്കെയാണ് ചേച്ചി പോണേ. അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാൻ വെച്ച് രാവിലെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫുള്ളി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന്. കാരണം ഈ ഫേസ് സിറത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു. സോ ഫേസ് സിറം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഓർഡർ ഫേസ് സിറം സൂൺ. അതിൻ്റെ റേറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഓൾറെഡി ഡെയിലി നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസ് എനിക്കിപ്പം എനിക്ക് 2 മോർണിംഗ് ഡിവോഷൻ ഗ്രൂപ്പാണുള്ളത്.
ആ 2 ഗ്രൂപ്പിൽ ഞാൻ എന്നും അഡ്വർടൈസ്മെൻ്റ് ഇടുന്നുണ്ട്. പ്ലസ് ആ ഗ്രൂപ്പിലില്ലാത്തവർ, ബിക്കോസ് ആ ഗ്രൂപ്പിൽ ആഡഡ് ആവാൻ പറ്റാത്തവർ, നിങ്ങൾ എൻ്റെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പം നിങ്ങൾക്കത് ഡെയിലി കിട്ടും. ഡെയിലി അഡ്വർടൈസ്മെൻ്റ് ഇടുന്നുണ്ട്. പിന്നെ എന്നും നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. സ്റ്റാറ്റസിൽ ഞാൻ എന്നും എൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെ ആഡ് ഇടാറുണ്ട്, അത് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ ഡെയിലി ആഡ് പോകുന്നുണ്ട്. സോ ഇതാണ് പുതിയ കാര്യം. സോ ഫേസ് സിറം എല്ലാവരും ചോദിച്ചിരുന്നതാണ്. ഫേസ് സിറം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ ബോട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലാണിത്. മറ്റേത് 70 ml ആണ്. ദിസ് ഇസ് ഐ തിങ്ക് 30 ml ആണ്. പക്ഷേ ഞാനിത് കുറച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് മുക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ഞാൻ കൊണ്ട് പ്രൊഫഷണൽ കൊറിയറിൽ സ്റ്റോക്ക് ചെയ്തു. പിന്നെ വേറെന്താണ്, വേറെ എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. ഹെയർ ഡേ എല്ലാവരും വാങ്ങിച്ചു തുടങ്ങി. എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് വന്നു. അതിന് എനിക്ക് ഒത്തിരി ഹാപ്പിയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്. അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. വണ്ടർഫുൾ എന്താ പറയുക, ഫീഡ്ബാക്സിന് ഒക്കെ വളരെ നന്ദിയുണ്ട്. എൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ഇറക്കാനാണ് എൻ്റെ ആഗ്രഹം. ഉള്ള പ്രോഡക്റ്റ്സ് ഇതേ ക്വാളിറ്റി തന്നെ മൂവ് ചെയ്യും. ഹെയർ ഓയിലിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഉള്ള ഓയിൽ തീരുമ്പോഴത്തേക്കും കോക്കനട്ട് ഓയിലിൻ്റെ വില കുറയുന്നതായിരിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതർവൈസ് എന്തായാലും ഉണ്ടാക്കും. ബിക്കോസ് നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹെയർ ഓയിൽ. എല്ലാവർക്കും അത്രയും ഇടയ്ക്കൊരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നല്ല 2-3 പേര് എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തലമുടി വളരുന്നു, തലമുടി നല്ലോണം ബ്ലാക്ക് ആവുന്നു എന്ന് മാത്രമല്ല എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങളുടെ എല്ലാം നല്ല ഫീഡ്ബാക്സിന് അതാണ് എന്നെ ശരിക്കും എൻകറേജ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ഇതുപോലെ പെട്ടെന്ന് വീഡിയോസ് ഇടാനും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ എന്നെ എൻകറേജ് ചെയ്യുന്നത് ആ ഫീഡ്ബാക്സാണ്. ഷുവർ നിങ്ങൾ ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. സോ വിൽ സീ യു, എന്താ പറയുക, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഹോപ്പ് യു ആൾ ആർ ഹാപ്പി. ബി ഹാപ്പി ഓൾവേസ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നല്ല അച്ചടക്കത്തോടും ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഹെൽത്ത് സൂക്ഷിക്കുക, ദൈവത്തോട് നമ്മൾ എപ്പോഴും എന്താ പറയുക പ്രാർത്ഥിക്കുക. അതൊക്കെ മതി നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല ഹാപ്പിയായി. ബി കോൺഫിഡൻറ്റ് ഓൾവേസ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാൻ സ്ട്രോങ് ആണ്, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും. ഏജ് ഒരു ഫാക്ടറല്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ എനിക്ക് ഇത്ര ഏജായി, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു എന്താ പറയുക ഒരു 24-25 ഏജ് ഒരു മോളുടെ അമ്മയാണ്. ഓക്കെ, സോ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. സോ ബി സ്ട്രോങ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക. ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മളൊരിക്കലും നെഗറ്റീവ്സിൻ്റെ പുറകെ പോകരുത്, നെഗറ്റീവ്സ് പറയുന്നവരായി തീരരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര പവറുണ്ട്, അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറയുക, മറ്റുള്ളവരെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നവരാവാം, മറ്റുള്ളവരെ നമ്മൾ എൻകറേജ് ചെയ്യുന്നവരാവാം. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, എപ്പോഴും നല്ലത് മാത്രം പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് വിൽ ബി ഹാപ്പി. ദ പീപ്പിൾ അറൗണ്ട് us വിൽ ഓൾസോ ബി ഹാപ്പി ആൻഡ് പീസ്ഫുൾ. നമ്മൾ അങ്ങനെയുള്ളവരായി തീരട്ടെ. So we'll see you again, all again in another video. May God bless you. Bye bye.